നമസ്കാരം. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രേഡിയന്റ് ടൂള്, പെയിന്റ് ബക്കറ്റ് ടൂള്, 3D മെറ്റീരിയൽ ഡ്രോപ്പ് ടൂള്. അപ്പൊ ഈ 3 ടൂളുകളുടെയും ഷോർട്ട് കട്ട് G ആണ്. അപ്പോൾ ആദ്യത്തെ ടൂളായിട്ടുള്ള ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിലധികം കളറുകളുടെ ഒരു കൂടിച്ചേരൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മേൽഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യണം. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ കുറെ സ്റ്റൈലുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഗ്രേഡിയന്റുകളാണ്. ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് വരച്ചു. ബ്ലൂ വൈറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ അടുത്തെടുത്തു. ഇതിപ്പോ ട്രാൻസ്പെറന്റ് ആണ്, ഒരു കളർ മാത്രമേ ഉള്ളത്. ഈ സൈഡിൽ മാത്രമാണ് കളർ ഉള്ളത്. ഈ സൈഡിലേക്ക് ട്രാൻസ്പെറന്റ് ആണ്. ഈ സെക്കൻഡ് ഞാൻ ഒക്കെ അടിച്ചിട്ട് വരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ വരച്ചാൽ അത് അറിയില്ല. അപ്പൊ ഞാൻ പുതിയൊരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി, ഇത് ഹൈഡ് ചെയ്തു. ഇനി വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഒരു സൈഡ് ട്രാൻസ്പെറന്റ് ആണ്, ഒരു സൈഡ് മാത്രം ബ്ലൂ കളറുണ്ട്. ബാക്കിയുള്ള സ്റ്റൈലുകളൊക്കെ നിങ്ങൾ എടുത്ത് വരച്ച് നോക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റൈലുകൾ തന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിനെല്ലാം പുറമെ ഇവിടെ സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറെ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ കാറ്റഗറി ആക്കി തിരിച്ചിട്ട് ഇവിടെ കുറെ സ്റ്റൈലുകൾ തന്നിട്ടുണ്ട്. മെറ്റൽ വേണമെന്നുണ്ടെങ്കിൽ മെറ്റോട് സെലക്ട് ചെയ്യാം, ഓക്കെ അടിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറെ സ്റ്റൈലുകൾ തന്നിട്ടുണ്ട്. മെറ്റൽ ഫിനിഷിംഗ് ഒക്കെ വരുന്ന ഗ്രേഡിയൻസ് ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോഷോപ്പ്. അതുപോലെ പാസ്റ്റൽ കളേഴ്സ്, ഓക്കെ അടിച്ചു. കണ്ടോ? അപ്പൊ ഇതിൽ ഓരോന്ന് ഏതാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ അടിച്ചാൽ മതി. റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ഗ്രേഡിയന്റ് പഴയ സ്ഥിതിക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തിട്ട് ഏത് ആംഗിളിലാണ് വരച്ചു കൊടുക്കുന്നത്, ഏത് ആംഗിളാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്, ആ ആംഗിളിലാണ് ഗ്രേഡിയന്റ് വരിക. അപ്പൊ ഇവിടെ ഇങ്ങോട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ആംഗിളൊക്കെ മാറിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സ്ട്രൈറ്റ് ആയിട്ട് വരണമെന്നൊക്കെയാണ്. കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക. സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വേണ്ടെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കാം. സ്ട്രൈറ്റ്. അതേപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഇതിന്റെ താഴത്ത് നോക്കുക. ഇതാണല്ലേ നമുക്ക് ഈ ഒരു ഗ്രേഡിയൻ്റാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റില് റെഡും റൈറ്റില് ഗ്രീനും ആണ് അതിലുള്ളത്. നമുക്ക് എന്താ മിഡിലായിട്ടൊരു യെല്ലോ കളർ കൂടെ വരണമെന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇവിടെ പോയിന്റ് ആഡ് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു പോയിന്റ് ആഡ് ആവും. അപ്പൊ ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. യെല്ലോ ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അടിക്കാം. ഈ പോയിന്റ്സ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. അവിടെ ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ പോയിന്റ്സിനെ നമ്മൾ ആഡ് ചെയ്ത പോയിന്റ്സിനൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്ത് ഇവിടെ ഡിലീറ്റ് ഒക്കെ അടിച്ചാൽ മതി. ഓക്കെ അടിച്ചിട്ട് വരയ്ക്കുമ്പോൾ ഈ 4 കളേഴ്സ് കൂടി ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ഗ്രേഡിയന്റിന്റെ നമ്മൾ ഒരു പോയിന്റ് മാത്രം ജസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ മിഡില് കറക്റ്റ് സെന്റർ പോയിന്റ് കാണിച്ചു തരും. ഇതിൽ 2 കളേഴ്സ് ആണ് ഉള്ളത്. ഇതിന് കറക്റ്റ് സെന്റർ പോയിന്റ് ആണ് ഇത്. 50-50% ആയിരിക്കും ഇത് രണ്ടിനും ഉണ്ടായിരിക്കുക. നമുക്ക് ഈ റെഡിന്റെ പെർസെന്റേജ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സിനെ ഇവിടെ നീക്കി വെച്ചാൽ മതി. റെഡിന്റെ പെർസെന്റേജ് കുറവാണ്, ഗ്രീൻ ആണ് കൂടുതൽ വരിക. ഈ 2 കളറുകളുടെ ഒത്ത നടക്കായിട്ട്, അതായത് 50%-ൽ ഒരു പോയിന്റ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു ശേഷം താഴത്ത് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 25-ൽ ഒരു പോയിന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തു 25 കൊടുത്തു. കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇത് രണ്ടിന്റെയും മിഡിലുള്ള ഈ ചെറിയ പോയിന്റ് എന്ന് പറയുമ്പോൾ രണ്ടും 50% ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 50 തന്നെയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് 50 ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം 50 തന്നെയാണ്. നമ്മൾ ഈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രേഡിയന്റിനെ സേവ് ചെയ്യണമെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഓക്കെ അടിക്കാം. ഇതാണ് നമ്മൾ
പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രേഡിയന്റ്. ഇനി അതിനെ വേണമെങ്കിൽ റീനെയിം ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ കിട്ടും. അതുപോലെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ താഴത്ത് ഡിലീറ്റ് ഉണ്ട്. ഇതിന്റെ ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ടോപ്പിലുള്ള പോയിന്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 100% ആണ്. എന്നിട്ട് ലെഫ്റ്റിലത്തെ ഒപ്പാസിറ്റി ഞാൻ 0% ആക്കി. ഓക്കെ അടിച്ചു. ഇപ്പോൾ 0 to 100% ആണ് ഈ ഗ്രേഡിയന്റ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിന്റെ മിഡിലാണ് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു പോയിന്റ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, അതിൽ 0% ആക്കാം. രണ്ട് എൻഡിലും 100%ഉം മിഡിൽ 0 ആക്കാം. അപ്പോൾ ഇവിടെ ഗ്രേഡിയന്റ് ടൈപ്പ് എന്നിട്ട് കാണാം. സോളിഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോയ്സ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു സ്റ്റൈലാണ് നമുക്ക് കിട്ടുക. ഇത് കണ്ടില്ലേ, ഒരു ലൈൻ ബേസ്ഡ് സംഭവങ്ങളാണ് നോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ വരും. എന്നിട്ട് മേൽഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് ടൈപ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെയാണ് ലീനിയർ ഗ്രേഡിയന്റ്. ഇതാണ് ഇത്ര നേരം നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സെക്കൻഡ് റേഡിയൽ ഗ്രേഡിയന്റ്, തേർഡ് ആംഗിൾ ഗ്രേഡിയന്റ്, ഫോർത്ത് റിഫ്ലക്റ്റഡ് ഗ്രേഡിയന്റ്, ഫിഫ്ത്ത് ഡയമണ്ട് ഗ്രേഡിയന്റ്. അങ്ങനെ 5 ടൈപ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിനെയാണ് ലീനിയർ എന്നുള്ള പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സെലക്ട് ചെയ്യാണ് റേഡിയൽ ഗ്രേഡിയന്റ്. നമ്മുടെ മിഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് പുറത്തേക്ക് വരയ്ക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റേഡിയൽ ഗ്രേഡിയന്റ് യൂസ് ചെയ്യാം. പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ലൈറ്റ് ഒരു സൈഡിൽ നിന്ന് അടിക്കുന്ന ഒരു എഫക്റ്റ് ഒക്കെ ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് ആംഗിൾ ഗ്രേഡിയന്റ്, തേർഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം സെന്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരച്ചു. അപ്പോൾ ഇതൊരു സർക്കിൾ ഷേപ്പിലാണ് ഇപ്പോൾ ഈ ഗ്രേഡിയന്റ് വന്നിട്ടുള്ളത്. അതായത് ഈ കളറിൽ നിന്ന് ഈ കളറിലേക്ക് കൺവേർട്ട് ആയിട്ടുള്ളത് ഒരു സർക്കിളായിട്ടുള്ള ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ? പിന്നെ ഫോർത്താണ് റിഫ്ലക്റ്റഡ് ഗ്രേഡിയന്റ്. സെലക്ട് ചെയ്തു, അത് വരയ്ക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്ലക്റ്റഡ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റത്തെയാണ് ഡയമണ്ട് ഗ്രേഡിയന്റ്. സെലക്ട് ചെയ്തു, ഒന്ന് വരച്ചു. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് ഇപ്പോൾ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. നമ്മൾ എത്ര വലുപ്പത്തിലാണോ ആ ലൈൻ വരയ്ക്കുന്നത് ആ വലുപ്പത്തിലുള്ള ഗ്രേഡിയന്റ് അവിടെ ക്രിയേറ്റ് ആവും. പിന്നെ അടുത്തതായിട്ട് ഇവിടെ കുറെ മോഡുകളുണ്ട്. മുൻ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട് മോഡിന്റെ കാര്യം. നമുക്ക് ആവശ്യമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഒപ്പാസിറ്റി, അതായത് ട്രാൻസ്പെറൻസി. എത്ര ട്രാൻസ്പെറൻസിയിലാണ് വരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ കൊടുത്താൽ മതി. ഇനി അടുത്തത് റിവേഴ്സ്. ഞാൻ ടിക്ക് ചെയ്യാണ്. നമുക്ക് ഈ വരച്ചിട്ടുള്ള ഡയമണ്ട് ശ്രദ്ധിക്കാം. ഇത് ലൈറ്റ് ബ്ലൂവിലാണ് ഇപ്പോൾ ഡയമണ്ട് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ റിവേഴ്സ് ആയിട്ടാണ് റിവേഴ്സ് ടിക്ക് ചെയ്യുകയാണെങ്കിൽ വരും. ടിക്ക് ചെയ്തു ശേഷം വരച്ചു കൊടുക്കുമ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് ഇപ്പോൾ ഡയമണ്ട് ഷേപ്പ് വന്നിട്ടുള്ളത്. അടുത്ത ടൂളാണ് പെയിന്റ് ബക്കറ്റ് ടൂള്. നമുക്കൊരു ഏരിയയിൽ പെയിന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ സെലക്ഷൻ വരയ്ക്കണം, മാർക്കി ടൂൾ എടുത്തിട്ട്. അതിനുശേഷം പെയിന്റ് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഏത് കളറാണോ ഫോർഗ്രൗണ്ടിൽ ഇരിക്കുന്നത് ആ കളർ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഗ്രീനിലേക്ക് മാറ്റി ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഗ്രീൻ ഫില്ലായി. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോർഗ്രൗണ്ട് കളറാണ് നമ്മൾ സെലക്ഷൻ എടുക്കുന്നത്. ഇനി പാറ്റേൺ ആണെങ്കിൽ പാറ്റേൺ സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഏത് പാറ്റേൺ ആണ് നമുക്ക് ഫില്ല് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ എടുത്ത ടൂളുകളിലെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. മോഡ്, ഒപ്പാസിറ്റി, ടോളറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് വാല്യൂ. അപ്പൊ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. പിന്നെ അടുത്ത ടൂളാണ് 3D മെറ്റീരിയൽ ഡ്രോപ്പ് ടൂൾ. ഈ ടൂള് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഐ ഡ്രോപ്പർ ടൂളിന്റെ കൂടെ ഒരു 3D മെറ്റീരിയൽ ഐ ഡ്രോപ്പർ ടൂൾ ഉണ്ട്. അപ്പൊ ആ ടൂളിന്റെ ഭാഗമായിട്ട് ഈ ടൂളും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്നുകൂടെ പറയാം. ഇതൊരു 3D മെറ്റീരിയലില് ഒരു ടെക്സ്ചർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഇവിടെ ടെക്സ്ചർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ശേഷം മെനുവിൽ പോയിട്ട് ന്യൂ മെഷ് ഫ്രം ലെയർ, അതിൽ ഇവിടെ കുറെ പ്രീസെറ്റ്സുകൾ തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ലാസ്റ്റത്തെ ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യണം. ഇതിപ്പോ ടോട്ടൽ ഇവിടെ 3Dയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം പക്ഷെ ഇത്ര ഏരിയ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അവിടെയും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് പിക്ക് ചെയ്തെടുക്കാം. ഈ ടെക്സ്ചറിനെ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ടൂള് എടുക്കേണ്ടത്. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ പിക്ക് ആയിട്ടുണ്ട്. അതിന് ശേഷം
3D മെറ്റീരിയൽ ഡ്രോപ്പ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കൂടെ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഓപ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂവ് ടൂൾ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ മേൽഭാഗത്ത് ഇവിടെ തിരിക്കാനും അതുപോലെ തന്നെ സൂം ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് കിട്ടും. സൈഡിൽ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ 3D ഒബ്ജക്റ്റ് ആയിട്ട് കാണാം. ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് JPG ആയിട്ടോ നമുക്ക് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.